ഇങ്ങനെ ആന്റണിയുടെ അടുത്ത് ആ മാലയുമായി എത്തിരിക്കുകയാണ്, മാലയുമായുള്ള വണ്ടിയുമായി എത്തിരിക്കുകയാണ്. അപ്പോൾ തന്നെ ആന്റണി പറയണേ, എന്തായാലും ആദ്യമായി ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നല്ല അടിപൊളിയായി തന്നെ നിങ്ങൾ ചെയ്തിരിക്കുന്നു. അപ്പോൾ ആ ഗുണ്ടകൾ ചോദിക്കുന്നുണ്ട്, ഇനി ആന്റണി ഏട്ടാ നിങ്ങൾ ഇത് എവിടെ കൊണ്ടുപോയി കളയണം, ഇത് ഇനിയിപ്പോൾ മാർക്കറ്റിൽ കൊണ്ടുപോയി നല്ല നല്ല കെട്ട് പൂമാലകളാണല്ലോ ഞങ്ങൾ വിൽക്കട്ടെ. എടാ പൊട്ട, നിനക്ക് ഇത്ര ബുദ്ധിയില്ലേ? ആ രേവതി പൂക്കെട്ടുകാരിയാണ്. പൂക്കെട്ടുകാരി ആയതുകൊണ്ട് തന്നെ അവൾക്കറിയാത്ത ആളുകൾ ഉണ്ടാവില്ല. അവൾ ഇത് കൊണ്ടുകൊടുത്തു കഴിഞ്ഞാൽ അവൾ തീർച്ചയായും അറിയും. അതും ഒന്നോ രണ്ടോ മാലകളല്ല, ഒത്തിരി ഉണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? വേറെ എന്താ ഇനി ഇത് ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോൾ, ഇത് നശിപ്പിക്കണം, ഏതെങ്കിലും ഒരു വേസ്റ്റ് ഭാഗത്ത് കൊണ്ടേയിടണം എന്ന് പറഞ്ഞിട്ട്, അയ്യോ ഇത്ര നല്ല പൂക്കളോ എന്ന് ചോദിക്കുമ്പോൾ, തീർച്ചയായും അത് കൊണ്ടേയിടുക തന്നെ വേണം, അല്ലെങ്കിൽ സച്ചിയും ഈ പറയുന്ന രേവതി നമ്മളെ പിടിക്കപ്പെടുമെന്ന് പറയട്ടോ. അങ്ങനെ ആന്റണിയുടെ നിർദ്ദേശപ്രകാരം അവിടുന്ന് വണ്ടി എടുക്കാണ്. ഈ സമയമാണ് സച്ചിക്ക് വീണ്ടും ഈ ഡ്രൈവർ വിളിക്കുന്നത്. അയാൾ കരഞ്ഞുകൊണ്ട്, എന്റെ വണ്ടി ഒരാൾ തട്ടിക്കൊണ്ടുപോയി, അതിലെ പൂമാലകളും എന്ന് പറയണത്. ഇത് കേൾക്കുന്ന സച്ചി, എന്താണോ താൻ പറയുന്നത്,